സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മെ നിരസിച്ചു കളയാത്ത കർത്താവ്, നമ്മെ ഉപേക്ഷിച്ചു കളയാത്ത കർത്താവ്. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് നമ്മെ വിളിച്ചു ചേർത്തിരിക്കുന്ന യഹോവയാം ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ പഠിപ്പിക്കുക. ഹല്ലേലൂയ, ഭയപ്പെടേണ്ട എന്ന്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. വേദനിക്കുന്ന ഉള്ളങ്ങളോട്, ഭയപ്പെടുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ ആമേൻ നമ്മോട് ഓരോരുത്തരോടുകൂടെ സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഭയപ്പെടേണ്ട എന്ന്. ഹല്ലേലൂയ, ആമേൻ. ഞങ്ങളോട് ഹല്ലേലൂയ, എനിക്കൊരു വിടുതൽ കിട്ടുമോ, എന്നെ ദൈവം വിടുവിക്കുമോ, എന്നെ അനുഗ്രഹിക്കുമോ, എൻ്റെ കുടുംബത്തെ ഹല്ലേലൂയ കർത്താവ് പണിയുമോ എന്നുള്ള ആമേൻ ഹല്ലേലൂയ വേദനയോട്, ഭാരത്തോട്, ഭയത്തോട് കൂടി ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കിയിട്ട് ദൈവത്തിന് വചനം പറയുക. ആമേൻ, ഭയപ്പെടേണ്ട എന്ന്. ആമേനോട് വചനം പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നുവെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. പലരും ഹല്ലേലൂയ സ്വയമേ ഉണ്ടാക്കുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് പകൽക്കാല വിശുദ്ധ ദൈവജനത്തെ നോക്കി ദൈവത്തിന്റെ വചനം പറയാണ്, ഞാൻ നിന്റെ ദൈവമായ യഹോവയാകുന്നു. യഹോവയെ സ്തുതിക്കുന്നവർ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, യഹോവയെ മഹത്വപ്പെടുത്തുന്നവർ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ ദൈവത്തെ ഹല്ലേലൂയ എത്രമാത്രം ആഴമാർന്ന് സ്തുതിക്കുന്നുവോ. ഹല്ലേലൂയ, അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നവർ, അവരുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്നവർ, അവരുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവർ ദൈവത്തിന്റെ വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആർക്കും ഇങ്ങനെ പറയുവാൻ കഴിയത്തില്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരന് മാത്രമേ ഇത് പറയുവാൻ കഴിയത്തുള്ളൂ. ദൈവ പൈതലേ, ആമേൻ, നമ്മെ രക്ഷിക്കുവാൻ ഈ ഭൂമിയുടെ ഹല്ലേലൂയ ഭൂമണ്ഡലത്തിൽ ഹല്ലേലൂയ മറ്റാർക്കും കഴിയത്തില്ല. നമ്മെ വിടുവിക്കുന്ന ഒരുവനുണ്ട്, നമ്മെ വീണ്ടെടുത്ത ഒരുവനുണ്ട്, നമ്മെ രക്ഷിച്ച ഒരുവനുണ്ട്. അവന് മാത്രമേ ഹല്ലേലൂയ നമ്മോട് ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, വേദനാരഹിതമാകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആശ്വാസത്തിന്റെ കരം ആമേൻ ഹല്ലേലൂയ നീട്ടിയിട്ട് ഭയപ്പെടേണ്ട എന്ന് പറയണമെങ്കിൽ അത് സാക്ഷാൽ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവമക്കളെ, ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശൈത്യീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീതിയുള്ള വലങ്കരം കൊണ്ട് യഹോവയാം ദൈവം ഒരു ദൈവത്തിന്റെ പൈതലിനെ താങ്ങുമ്പോൾ ഹല്ലേലൂയ ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ, നീതിയുള്ള കരം കൊണ്ട് യഹോവ നമ്മെ താങ്ങുന്നത്. നീതിയുള്ള കരം കൊണ്ട് യഹോവ നമ്മെ താങ്ങുന്നത്. നാം നീതിയുടെ മാർഗത്തിലാണോ ജീവിക്കുന്നുവെന്ന് നാം ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ ഒന്ന് ഹല്ലേലൂയ നമ്മെ തന്നെ പരീക്ഷിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്, ശോധന കഴിക്കേണ്ടതുണ്ട്. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ആ നീതിമാന്റെ കരം കൊണ്ട് ഒരു ദൈവ പൈതലിനെ താങ്ങണമെങ്കിൽ നാം അത്രത്തോളം ഹല്ലേലൂയ നീതിയുടെ മാർഗത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, അനീതിയുടെ വഴികളെ വിട്ടുകളയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവ പ്രവർത്തിക്ക് തടയായി നിൽക്കുന്ന മേഖലകളെ നാം വിട്ടുകളയണം. എങ്കിൽ വചനം പറയുന്നു, നീതിയുള്ള വലങ്കരം കൊണ്ട് അവൻ നമ്മെ താങ്ങും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീതിയുള്ള കരം കൊണ്ട് നമ്മെ താങ്ങുന്നവൻ
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നീതിമാനാകുന്ന യഹോവേ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. നമ്മുടെ നീതി എത്രത്തോളമുണ്ട് ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലത്തെ നമ്മുടെ യാത്രകൾ ഏതെല്ലാം വഴികളിലൂടെ ആയിരുന്നു, ഏതെല്ലാം മേഖലകളിലൂടെ ആയിരുന്നു. ആമേൻ ഹല്ലേലൂയ. നാം അനേക സാക്ഷികളെ കേൾക്കുവാനിടയായി. കണ്ണുനീരിന്റെ സാക്ഷികൾ, ആമേൻ വേദനയിലൂടെ കടന്നുപോയ മണ്ഡലങ്ങൾ, ആമേൻ വചനമയച്ച് ആശ്വസിപ്പിച്ച സാക്ഷികൾ നാം കേൾക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, അനീതിമാനാകുന്ന യഹോവ നീതിയുള്ള വലങ്കരം കൊണ്ട് നമ്മെ താങ്ങുമ്പോൾ ഓർക്കണമേ, മരണഭാഷങ്ങൾ എന്നെ വിട്ടുപോയി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കട്ടവും സങ്കടവും അനുഭവിച്ചു. പക്ഷേ അവിടേക്ക് നീതിമാന്റെ ഒരു കരമുണ്ടായിരുന്നു. മേലാൽ ഹല്ലേലൂയ അശുദ്ധമായതൊന്നും നാം തൊടുവാനോ എടുക്കുവാനോ, ആമേൻ ഹല്ലേലൂയ, ഉപയോഗിക്കുവാനോ പാടില്ല. ദൈവത്തിന്റെ പൈതലേ, ആമേൻ. ദൈവം ഒരുവനെ വിടുവിച്ചാൽ, ഒരുവളെ വിടുവിച്ചാൽ ആ ശരീരത്തിന്മേൽ ദൈവ പ്രവർത്തിക്ക്, ദൈവാത്മാവിന് ആമേൻ ഖേദം വരുത്തുന്ന നിലകളിൽ ഹല്ലേലൂയ അശുദ്ധിയുടെ മണ്ഡലങ്ങൾ വീണ്ടും കടത്തിവിട്ടാൽ, ആമേൻ, പിന്നത്തേതിൽ നാം രോഗത്തിനും പ്രതിബന്ധനങ്ങൾക്ക് നാം അടിക്കായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക. നമ്മുടെ ബ്രെയിമിന് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ലഹരി പദാർത്ഥങ്ങൾ നാം എടുക്കുന്നുവെങ്കിൽ പിന്നത്തെ നമുക്ക് അധ്വാനിക്കുവാൻ പോലും കഴിയാത്ത മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുവാനിടയുണ്ട്. അത് ദൈവത്തിന്റെ കുറ്റമല്ല, അത് ദൈവത്തിന്റെ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, പക്കലുള്ള ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, വിഷയമല്ല ഹല്ലേലൂയ, ആമേൻ. നാം ചെയ്ത അല്ലെങ്കിൽ നാം എടുത്ത, ആമേൻ, നാം ഉപയോഗിച്ച, ആമേൻ, പദാർത്ഥത്തിന്റെ ഹല്ലേലൂയ, ആമേൻ, കാഠിന്യതയാണ് നമ്മെ വീണ്ടും രോഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മെ വീണ്ടും ഹല്ലേലൂയ മൈൻഡുകളെ മാറ്റിമറിക്കുന്നത്, പിന്നെയും നമ്മെ ഹല്ലേലൂയ, ആമേൻ, രോഗിയാക്കി തീർക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് ദൈവം ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ആമേൻ. ഞങ്ങളോട് ഹല്ലേലൂയ ഒരു രോഗത്തിന്റെ അനുഭവം നമ്മുടെ ജഡത്തിൽ കാർന്നു തിന്നുമ്പോഴാണ്, ആമേൻ, ഏറ്റവും കൂടുതൽ, ആമേൻ, ദൈവസന്നിധിയിൽ നാം മുഴങ്കാലുകളെ മടക്കുവാനുള്ളത്. ആമേൻ ഹല്ലേലൂയ. രോഗശക്തി നമ്മെ ഭരിക്കുമ്പോൾ നാം മറവിടങ്ങൾ, ആമേൻ, പതിയിരിക്കുന്നുവെങ്കിൽ, മാറി നിൽക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കുറ്റമല്ല, നമ്മുടെ മേൽ ഏതൊക്കെയോ കുറവ് വശങ്ങൾ സംഭവിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ അടയാളമാണ് ദൈവ പൈതലേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ തന്നെ ആത്മാവ് ആവർത്തിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം പറയുകയാണ്, ഞാൻ നിന്നെ ശൈതീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലാതാനും. ആമേൻ ഹല്ലേലൂയ. ദൈവ വഴികളിൽ നടന്നാൽ നമ്മോട് ഹല്ലേലൂയ ബാധിക്കുന്നവർ അല്ലെങ്കിൽ നമ്മോട് കോപിക്കുന്നവർ, നമുക്ക് ഇടർച്ചയായി നിൽക്കുന്നവരെ നാം കാണുകയില്ല എന്ന് വചനം പറയുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ വഴികളെ, നമ്മുടെ ദൈവമാകുന്ന ബന്ധത്തെ നമ്മോട് ഹല്ലേലൂയ പോരാടി നമുക്കെതിരെ, ആമേൻ, വഴിയടഞ്ഞു നിൽക്കുന്ന ആ പോരാട്ട ശക്തികളെ കാണത്തില്ല എന്ന് ഇന്ന് പകൽക്കാലം വചനം വിളിച്ചു പറയുക. ദൈവ പൈതലിന് ഇടർച്ചയായി, തടങ്ങൾ പാറയായി, ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശത്രു വെച്ചിരിക്കുന്ന നുഖങ്ങൾ കാണത്തില്ല, ചെങ്കോലുകൾ കാണത്തില്ല, വഴിയടഞ്ഞു നിൽക്കുന്ന പ്രതികൂലങ്ങൾ കാണത്തില്ല. ഒരു ദൈവത്തിന്റെ പൈതൽ നീതിയോട് ഇറങ്ങി വന്ന്, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നീതിയുടെ മാർഗം അന്വേഷിച്ച്, നീതിയുടെ വെൽപ്പുകളെ ചോദിച്ച്, ആമേൻ, അറിയുവാനും പഠിക്കുവാനും, ആമേൻ ഹല്ലേലൂയ, ദൈവത്തോട് അടുക്കുവാനും, ആമേൻ ഹല്ലേലൂയ, കടന്നു വരുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് എതിരെ വഴി നടഞ്ഞു നിൽക്കുന്ന പ്രതിബന്ധനങ്ങളെ ഹല്ലേലൂയ ദൈവ
അവിടെ വെച്ചേക്കത്തില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നീ അവയെ കാണുകയില്ല എന്ന് ദൈവത്തിന്റെ പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. താങ്കളോട് ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ പൈതലിനെ ആമേൻ തടയുവാൻ ആമേൻ ഹല്ലേലൂയ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ പൈതൽ ആമേൻ ആലയത്തിലേക്ക് കടന്നു വരണമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ വഴി അടയ്ക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല. അത് അടയുന്നുവെങ്കിൽ കുറവ് ഹല്ലേലൂയ നമ്മുടെ മേൽ കിടക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. പാപവശങ്ങൾ നമ്മുടെ മേൽ കിടക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മർമ്മം എന്ന് പറയുന്നത്. എന്ന പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ കാലുകൾ ഹല്ലേലൂയ നീതിയുടെ മാർഗത്തിൽ വയ്ക്കുമാറാകട്ടെ. നീതിയുടെ മാർഗങ്ങളെ തിരഞ്ഞെടുക്കുമാറാകട്ടെ. നീതിയുടെ വലങ്കരം കൊണ്ട് ദൈവം നമ്മെ താങ്ങുവാൻ ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ അതിനുള്ള വഴി നാം ഒരുക്കി കൊടുക്കേണ്ടതായി ഉണ്ട്. ഹല്ലേലൂയ. വചനം പറയുക ഹല്ലേലൂയ. ആമേൻ. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നസ്തിത്വവും എല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ ആമേൻ ഹല്ലേലൂയ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ ആമേൻ നിന്റെ വലങ്കരെ പിടിച്ച് ആമേൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഭാരമേറിയ ചുമടുമായി ഹല്ലേലൂയ ആമേൻ കടന്നു വന്നിരിക്കുന്ന ദൈവ പൈതലിനോട് ദൈവാത്മാവ് വിളിച്ചു പറയുക, ആമേൻ ഹല്ലേലൂയ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ആര് സഹായിക്കും? യേശു നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യശയ്യാപ്രവചനം 58 വിളിച്ചു പറയുക, ആമേൻ നീതിയുള്ള വൈപ്പുകളെ അവർ എന്നോട് ചോദിച്ച് ദൈവ വഴികൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവ വഴികളെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ പ്രമാണത്തെ ഒത്തതും എണ്ണിക്കൊണ്ട് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ആമേൻ വഴി തെളിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ നമ്മെ വഴിയിൽ വിട്ടേച്ചു പോകുന്നവനല്ല, നമ്മെ വീക്ഷിച്ചു പോകുന്നവനല്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മെ ഹല്ലേലൂയ അനാഥരായി വീക്ഷിച്ചു പോകുന്ന കർത്താവുമല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ സ്ഥാനമാനങ്ങൾ എവിടെയായിരിക്കുന്നുവെന്ന് നാം ഓർക്കണം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വഴികൾ എവിടെയായിരിക്കുന്നുവെന്ന് നാം ഓർക്കണം. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം ഏതിലായിരിക്കുന്നുവെന്ന് നാം ഓർക്കണം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ പരാജയത്തിന് കാരണം എവിടെ നിന്ന് തുടങ്ങിയെന്ന് നാം അത് കണ്ടുപിടിക്കണം ദൈവ പൈതലേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം ആരെയും പരാജയപ്പെടുത്തുന്നില്ല, ദൈവം ആരെയും ഹല്ലേലൂയ തള്ളിക്കളയുന്നില്ല, അവൻ ഉപേക്ഷിക്കുന്നില്ല. ആമേൻ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ഇവിടെ വചനം പറയുക, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് ഗോപാർലി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മുതിവെണ്ടിയാക്കി തീർക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതാ ഞാൻ നിന്നെ മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മുതിവെണ്ടിയാക്കി തീർക്കുന്നു. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശത്രുവിനോട് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ, പോരാട്ടങ്ങളോട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ജയമെടുക്കുവാൻ, ബന്ധനങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, ശാപക്കെട്ടുകളോട് പോരാടി ജയം കൊള്ളുവാൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഞാനിതാ നിന്നെ പുതിയതും ഹല്ലേലൂയ മൂർച്ചയുള്ളതുമാകുന്ന ആമേൻ മെതിവണ്ടിയാക്കി തീർക്കുക, പല്ലേറിയതും ഹല്ലേലൂയ. Thank you Lord. Baba Shara Orolo Sharimana Hachas Orolo Sharimana O Sharamana Hachasi Orolo Shariba Vaisharaba Dala Shariba Vaishasaraba Udamana Hachasaraba Dabala Rigava Sharaba Orolo Sharimana Vaisharaba Raba Yudamaraba Raba Sharaba Shudabala Rigamana Baba Orolo Sharimana Hachas ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഭാവിയെ ഓർത്തുള്ള ഭാരം, ഉടമന റിഗവക്ഷാരവ തലമുറകളെ ഓർത്തുള്ള ഭാരം, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കുടുംബങ്ങളെ ഓർത്തുള്ള ഭാരം, വിവിധ നിലകളിലെ ഭാരങ്ങളും വേദനകളും അനുഭവിച്ച് ഹല്ലേലൂയ ആശയത്തിരിക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മ വചനത്തിലൂടെ പറയുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാ.
പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മൂർച്ചയുള്ള ആയുധങ്ങളായി മാറുവാൻ ഹല്ലേലൂയ പല്ലേറിയ ആയുധങ്ങളായി മാറുവാൻ നിങ്ങളുടെ ഭാരങ്ങളെ വന്ന് ക്രിസ്തുവിന്റെ ഹല്ലേലൂയ പാദങ്ങളിലേക്ക് ഒന്ന് ഇറക്കി വച്ചാട്ട് അവൻ നിങ്ങളെ വിടുവിപ്പാൻ ശൈത്താനത്രേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആ ശൈത്താനാകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അടുത്തു വരുന്നവരെ ഹല്ലേലൂയ വെറുതെ വിടില്ല, വെറുതെ വിടില്ല, വെറുതെ വിടില്ല. അവൻ ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ കർത്താവേ ഓ ഹല്ലേലൂയ കേടുകളെ മാറ്റി പാടുകളെ മാറ്റി ഓ സമാധാനത്തെ കൊടുത്ത, സന്തോഷത്തെ കൊടുത്ത, ഐശ്വര്യത്തെ കൊടുത്ത, ആരോഗ്യത്തെ കൊടുത്ത, പുഷ്ടിയെ കൊടുത്ത, ബലത്തെ കൊടുത്ത പരിപാലിക്കുന്ന ദൈവമാണ് എന്ന് ഈ വചനം വിളിച്ചു പറയുക. ഹല്ലേലൂയ ആമേൻ. ഞങ്ങളോട് ഹല്ലേലൂയ വചനം പറയുന്നു, മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതി വെണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞങ്ങളോട് ഹല്ലേലൂയ ഉടമന റിഗബശരബ ഓ ഹല്ലേലൂയ നമുക്ക് കഴിയുകയില്ല എന്ന് പറയുന്ന ചില ഹല്ലേലൂയ സാഹചര്യങ്ങൾ ഹല്ലേലൂയ ആമേൻ അടുത്ത് വരുമ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. കുന്നുകളെ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ തവിട് പൊടിയാക്കുന്ന ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തന, ദൈവത്തിന്റെ ബലമാകുന്ന സാന്നിധ്യം ഹല്ലേലൂയ ഒരു ദൈവ പൈതലിന്റെ മേൽ തന്നു നിറയ്ക്കുന്നവനാണ്. ഹല്ലേലൂയ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവമക്കളെ, എത്ര പേർ ഏറ്റെടുക്കുന്നു ദൈവ പൈതലെ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവരുടെ മേൽ ഈ ബലം വന്നു ഭവിക്കുക, ഈ സാന്നിധ്യം വന്നിറങ്ങുക, ഈ ദൈവകൃപ ഹല്ലേലൂയ നിങ്ങളുടെ മേൽ വീണുകൊണ്ടിരിക്കുക. ുള്ളിലായിരിക്കുന്ന ദൈവജനമേ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചില അധികാരത്തിന്റെ സാന്നിധ്യങ്ങൾ നിങ്ങളുടെ തലമേൽ വീണുകൊണ്ടിരിക്കുക. വചനം പറയുന്നു, നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം വായിക്കപ്പെട്ട വേദവചനം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നമുക്കറിയാം ലോകത്തിന്റെ ഓരോ കോണുകളിലും ഈ നാളുകളിൽ ഹല്ലേലൂയ കൊടുങ്കാറ്റുകളും തിരമാലകളാല് കുന്നുകളും മലകളും തവിട് പൊടിയായി കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മനുഷ്യമാകുന്ന ഹല്ലേലൂയ പ്രമാണങ്ങൾക്കോ മനുഷ്യമാകുന്ന സയൻസുകൾക്കോ അവയെ പിടിച്ചു നിർത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽ വചനം പറയുക ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കൊടുങ്കാറ്റിന് സമമാകുന്ന പ്രതികൂലങ്ങളിലൂടെ ഒരു ദൈവ പൈതല് കടക്കേണ്ടി വന്നിരുന്നാല് അവിടെ നീതിയുള്ള വലങ്കരം നമുക്ക് വേണ്ടി നീട്ടുന്നവനാണ് എന്റെ കർത്താവ്. ഹല്ലേലൂയ അവിടെ നീതിയുള്ള വലങ്കരം നമുക്ക് വേണ്ടി നീട്ടി നമ്മെ ഹല്ലേലൂയ ഉള്ളങ്കരങ്ങളിൽ താങ്ങി ആമേൻ ഹല്ലേലൂയ അക്കരെ എത്തിക്കുന്ന ഒരു പിതാവിനെ നാം സ്തുതിക്കുന്നത്. യേശുവേ നന്ദി, രാജാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ 40 ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 28 വാക്യം പഠിപ്പിക്കുന്നു. ആമേൻ നീ കേട്ടിട്ടില്ലയോ യഹോവ നിത്യ ദൈവം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രേയമത്രേ. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ. അവിടെ വചനം പറയുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും,
പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു കയറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒരു കയറ്റത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇതുവരെ ശത്രുവിന്റെ കാൽ കീഴിൽ കിടന്ന് ശത്രുവിന്റെ ചവിട്ടേറ്റ് നിന്ന് കേട്ട് പരദൂഷണം കേട്ട് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ശത്രുവിന് അടിമയായി ദുഃഖങ്ങളും നെടുവീർപ്പുകളും വേദനകളും അനുഭവിച്ചുകൊണ്ട് ആത്മീക മണ്ഡലത്തിൽ ഉയർന്നു വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങളെ ആക്കി തീർത്ത മണ്ഡലത്തിൽ നിന്ന് ഒരു ഹല്ലേലൂയ കയറ്റത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ കഴുകനെ പോലെ ഒന്ന് ചിറകടിച്ച് കയറുവാൻ, പുതു തൂവലുകൾ കിളിർക്കുവാൻ, പുതുവരങ്ങളെ പ്രാപിക്കുവാൻ, പുതു മേഖലകളിലേക്കൊന്ന് എത്തിപ്പിടിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുന്ന ഒരു പകലാണ് ഈ പകൽക്കാല. ഹല്ലേലൂയ. അതിനായി ഒരുങ്ങുക. ഓ ഹല്ലേലൂയ. ബലം ധരിക്കുക. അശുദ്ധനും അഗ്രചരമയും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കുടുംബതലങ്ങളെ വിട്ട് മാറുന്ന പകലത്രേ ഈ പകൽക്കാലം. ഹല്ലേലൂയ. നിനക്കറിഞ്ഞുകൂടിയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിന്റെ നിത്യ ദൈവമെന്ന് വചനം പഠിപ്പിക്കുന്നു. അവൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനത്രേ. ഹല്ലേലൂയ. ഭൂമിയും ഭൂമണ്ഡലവും അവന്റെ കാൽക്കീഴിലായിരിക്കുമ്പോൾ ദൈവ പൈതലേ ഹല്ലേലൂയ, നിരാശയുടെ തലങ്ങൾ മാറിപ്പോകട്ടെ, വേദനകൾ മാറിപ്പോകട്ടെ, ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ. നിങ്ങളെ വീണ്ടെടുത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് അതിദാഹത്തോടെ വെമ്പലോടെ കൂടെ നാം ആയിരിക്കാം. ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന ദൈവവചനത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. തുടർന്ന് കേൾക്കേണ്ടുന്ന ദൈവാലോചനയ്ക്ക് വേണ്ടി നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ താഴ്ത്തി കൊടുക്കാം. ദൈവം നമ്മെ വീണ്ടും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.